നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു വാക്ക് ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഫിനാൻസ് ഫീൽഡിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഇപ്പോ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും ഗവൺമെന്റിന്റെ ബജറ്റ് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇപ്പോ ഇനി ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള ബജറ്റ്സ് അവർ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ടാലിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബജറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്. അതായത് ഫ്യൂച്ചർ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് എത്ര രൂപ ചെലവാകും. അതിപ്പോ നമ്മളൊരു റിയൽ ലൈഫിലും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് വീട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ ഐഡിയ ആണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ ആ ഒരു ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രവചനം, അതാണ് ശരിക്കും പറഞ്ഞാൽ ബജറ്റ് എന്ന് പറയുന്നത്. ടാലിയിൽ നമുക്ക് ഓരോ എക്സ്പെൻസിന്റെ വൈസും കോസ്റ്റ് സെന്റർ ഗ്രൂപ്പ് വൈസ് ഒക്കെ ബജറ്റ് ഉണ്ടാക്കാം. ഒന്നിൽ കൂടുതൽ ബജറ്റ്സ് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ബജറ്റിനനുസരിച്ചാണോ അല്ല, അതായത് ബജറ്റും ശരിക്കും ഉള്ളതും കറക്റ്റ് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ ബജറ്റിൽ പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ ചെലവുകൾ വന്നത് അല്ലെങ്കിൽ വരവുകൾ വന്നത് എന്നുള്ള ഒരു വേരിയൻസ് റിപ്പോർട്ട് നമുക്ക് ടാലിയിൽ എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ബജറ്റ് ആയിരിക്കും. നമ്മൾ അതിനു വേണ്ടി ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യും. ബജറ്റ് എന്നുള്ള പേരിൽ 3 മാസത്തേക്കുള്ള ബജറ്റാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോ മെയ് ജൂൺ ജൂലൈയിൽ 3 മാസമുണ്ട്. ആ 3 മാസത്തേക്ക് ടോട്ടൽ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്നുള്ള ചെലവ് ചെയ്യാൻ പാടുള്ളത് 30,000 രൂപ. അതായത് കമ്പനി 3 മാസം 30,000 രൂപ അതിനുള്ളിൽ വേണം ഈ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ചെലവ് നിൽക്കാൻ എന്ന് പറഞ്ഞ് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ ഒരു സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ബജറ്റ് ആണ്. പിന്നെ ഇതിന്റെ താഴെ ഓരോ മാസത്തിലും എത്ര രൂപയാണ് സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ചെലവുണ്ടായത് എന്നിവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ എക്സസൈസും ഇത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം ബജറ്റ് എന്ന പേരിൽ. ഇനി നമുക്ക് ബജറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എക്സ്പെൻസിന്റെ ബജറ്റ്. അപ്പൊ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യണം. പിന്നെ സാധാരണ ജേണൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ലെഡ്ജർ വേണം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്ന പേരിൽ. സാധാരണ ചെയ്യുന്ന പോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ട GST ഒക്കെ ഒന്ന് ലോ ആക്കിയിട്ടിട്ടുണ്ട്. സേവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ട്രാൻസാക്ഷൻ ഇതാണ്. 3 മാസത്തേക്ക് സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ഇത്ര രൂപയെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ മാസത്തെയും എക്സ്പെൻസ് എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ബജറ്റ് വെച്ചൊന്ന് കമ്പാരിസണും വേരിയൻസും എടുത്ത് നോക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബജറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതില് ബജറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾക്ക് ഇവിടെ ഗെറ്റ് ഓഫ് ടാലി എന്ന് ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ തന്നെ ഈ ഷോ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബജറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം ക്രിയേറ്റ് എടുക്കുമ്പോൾ തന്നെ അത് കാണൂല. അപ്പോൾ ഇവിടെ ഷോ മോർ എന്നുള്ള ഓപ്ഷനിൽ പോവാം. അതിൽ നിന്ന് ബജറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ബജറ്റ് ആണ്. അപ്പോൾ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്ന പേര് കൊടുത്തു.
മെയിൻ ആയിട്ടുള്ള ഒരു ബജറ്റ് ആണ്. അപ്പോൾ പ്രൈമറി ബജറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. നെക്സ്റ്റ് പീരിയഡ് ഓഫ് ബജറ്റ്, 3 മാസത്തേക്കാണ് ഈ ബജറ്റ്. മെയ്, ജൂൺ, ജൂലൈ. അപ്പോ ഫസ്റ്റ് മെയ് മുതൽ 31 ജൂലൈ വരെ. അപ്പോൾ ഇവിടെ പീരിയഡ് ഫസ്റ്റ് മെയ് ടു 31 ജൂലൈ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിലാണോ ലെഡ്ജറിലാണോ? ഈ സിറ്റുവേഷനിൽ ഒരു എക്സ്പെൻസ് ലെഡ്ജറിനാണ് ബജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനല്ല, നമ്മൾ ലെഡ്ജർ എന്നുള്ള ഓപ്ഷനാണ് യെസ് ആക്കി വെക്കുന്നത്. അത് ഈ സ്ക്രീൻഷോട്ടിലുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക. അതായത് ഇവിടെ പീരിയഡ് കൊടുത്തു, ലെഡ്ജർ കൊടുത്തു. ഇനി ഇത് യെസ് കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്യുന്ന മൊമെന്റിൽ ലെഡ്ജർ സ്പെസിഫൈ ചെയ്യാനുള്ള ഏരിയ വരും. അതായത് ഏത് എക്സ്പെൻസിന്റെ ബജറ്റ് ആണ്. ഇവിടെ ഇത് പുതിയ കമ്പനി ആയതുകൊണ്ട് കണ്ട ക്യാഷ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് അറിയാം, ഓൾട്ട് പ്ലസ് സി എന്നുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ഓൾട്ടും സിയും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ലെഡ്ജർ ക്രിയേഷനിലേക്ക് പോകും. അപ്പൊ അവിടെ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്നുള്ള എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഈ ഒരു വിൻഡോയിലേക്ക് തന്നെ വരും. അപ്പൊ ഇവിടെ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ്, ടൈപ്പ് ഓഫ് ബജറ്റ്, ഓൺ ക്ലോസിംഗ് ബാലൻസ്, ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ, 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇനി സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളിത് ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ നെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഈ നെറ്റ് ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആകെ ബജറ്റിലെ തുക 3 മാസത്തേക്ക് ആകെ 30,000 ആണെങ്കിൽ ഓൺ നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതായത് ആകെ 30,000. അതല്ല ഓരോ മാസവും 30,000 എന്നുള്ള രീതിയിലാണ് ബജറ്റ് എങ്കിൽ അതാണ് മന്ത്ലി ബജറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ 30,000 എന്ന് പറയുന്നത് ഓരോ മാസത്തേക്കും 30. അപ്പൊ മെയ്യില് 30, ജൂണില് 30, ജൂലൈയിൽ 30. അപ്പൊ 3, 6, 9, 90,000 രൂപയായിരിക്കും ആ ഒരു എല്ലാ മാസവും 30,000 രൂപ എന്നുള്ളൊരു കണക്കിലാണെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മളിപ്പോ എടുക്കുന്ന അസംഷൻ ആകെ 3 മാസത്തേക്ക് 30,000 രൂപ എന്നുള്ള അസംഷനാണ്. അപ്പോ നമ്മൾ ഈ ഒരു മന്ത്ലി ബജറ്റും ഓൺ നെറ്റ് ട്രാൻസാക്ഷനും ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതൊരു ടോട്ടൽ ബജറ്റ് എമൗണ്ട് ആകുന്നതും അല്ലെങ്കിൽ മന്ത്ലി ബജറ്റ് ആകുന്നതും. അപ്പോ ഇവിടെ ആസ് പെർ ട്രാൻസാക്ഷൻ 30,000 രൂപ നെറ്റ് ആണ്, അതായത് 3 മാസം കൂട്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ താഴെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, അതായത് ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് നോക്കാൻ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് പിന്നീട് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ 3 മാസത്തേക്ക് 30,000 എന്നുള്ള രീതിയിലാണ്. അപ്പൊ 3 മന്ത്സിലേക്ക് എമൗണ്ട് എത്രയാണെന്ന് കൊടുത്തു, 30,000 രൂപയാണ് ടോട്ടൽ ബജറ്റ്. സേവ് ചെയ്തു. ഓക്കെ, അപ്പോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത് ബജറ്റ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മിഥുനപ്പോ ഇത് എളുപ്പമുള്ള ടോപ്പിക്കാണ്, സിമ്പിളാണ്. അതായത് ഒരു ബജറ്റ് സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ആകെ 30,000 രൂപ ചെലവാക്കാൻ പാടുള്ളൂ എന്ന് കമ്പനി പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ ടാലി ആയതുകൊണ്ട് എന്ത് ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റില് ബജറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബജറ്റ് ലെഡ്ജറിലാണ് ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏത് ലെഡ്ജറിലാണ്, സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റിലാണ്, ആകെ എത്ര രൂപയാണ് ബജറ്റ്. ഓക്കെ, അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സാധാരണ പോലെ വ്യത്യാസമൊന്നുമില്ല. എക്സ്പെൻസ് ആണ്, ചെലവാണ്. ചെലവിന് വരവിനൊക്കെ ബജറ്റ് ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ ചെറിയൊരു ബജറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ബജറ്റ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ പറയുന്ന പോലെ ഓരോ മാസത്തിലും എത്ര രൂപ വെച്ച് സ്നാക്സ് മേടിച്ചു എന്നുള്ള കാര്യം ഇവര് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മെയ്യില്, ഫസ്റ്റ് ജൂണില്, ഫസ്റ്റ് ജൂലൈയില്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് മെയ്യില് സ്നാക്സ് റിഫ്രഷ്മെന്റ് 11,000 രൂപ ക്യാഷ് വഴി പേ ചെയ്തു. അപ്പൊ ഇതൊക്കെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ആണ്. പേയ്മെന്റ് ഓസറിൽ പോയി റെക്കോർഡ് ചെയ്താൽ മതി. അതിന്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം അതിലുണ്ട്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ചെയ്യാം.
നമുക്ക് ഇവിടെ പേയ്മെന്റ് ഓച്ചറിൽ വന്നു. ഡേറ്റ് 1 മെയ് ആണ്. 1 മെയ്യിൽ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എമൗണ്ട് 11,000 ആണ്. ക്യാഷ് വഴി പേ ചെയ്യുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ക്യാഷ് വന്നു, സേവ് ചെയ്തു. നെക്സ്റ്റ് 1 ജൂണില് 9,000 രൂപയാണ് സ്നാക്സ് പേ ചെയ്തത്. അപ്പോൾ ഡേറ്റ് മാറ്റാം, 1 ജൂൺ ആക്കി. ഡേറ്റ് കറക്റ്റ് ആയിട്ട് മാറ്റണം കേട്ടോ, നിങ്ങൾ പലരും ഡേറ്റ് മാറ്റാറില്ല. ഡേറ്റ് മാറ്റാം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തായാലും ഡേറ്റ് മാറ്റണം, എന്നാലേ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. 1 ജൂണില് 9,000 ആണ്. അപ്പോൾ 9,000 ക്യാഷ് വഴി പേ ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂലൈ. 1 ജൂലൈയില് 8,000. ഓക്കെ, ഇങ്ങനെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബജറ്റിനനുസരിച്ചാണോ ഓരോ മാസവും ചെലവ് നടന്നത് എന്നൊരു കമ്പാരിസൺ റിപ്പോർട്ട് എടുത്തു നോക്കാം. അതിനാണ് ബജറ്റ് വേരിയൻസ് ആൻഡ് കമ്പാരിസൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ടാലിയിൽ ഈ പറഞ്ഞ കമ്പാരിസൺ റിപ്പോർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പെൻസിന്റെ റിപ്പോർട്ട് ഏതായിരിക്കും മെയിൻ ആയിട്ടുള്ള, അതായത് ഈ സ്ക്രീനിൽ എക്സ്പെൻസുകളുടെ റിപ്പോർട്ട് എവിടെ നോക്കി കാണാം. ഈ റിപ്പോർട്ട്സിൽ എക്സ്പെൻസുകളെ കാണാൻ ഇതിൽ ഏത് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെലവ് എക്സ്പെൻസ് ഏത് നോക്കി കാണാൻ പറ്റും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചെലവുകളും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതായത് ഇവിടെ ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോയി കഴിയുമ്പോൾ തന്നെ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണാം. അതില് ഒറ്റ എക്സ്പെൻസ് മാത്രമേ ഈ കമ്പനിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ 28,000 രൂപയാണ് ആയിട്ടുള്ളത്. 30,000 രൂപയായിരുന്നു നമ്മുടെ ബജറ്റ്. ഓക്കെ, അപ്പൊ ബജറ്റിന്റെ അകത്താണ്. പക്ഷെ ചിലപ്പോ ഒരു മാസം കൂടിയിട്ടുണ്ടാവും, ഒരു മാസം കുറഞ്ഞിട്ടുണ്ടാവും. അതിനെയാണ് ബജറ്റ് വേരിയൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു എക്സ്പെൻസ് ലെഡ്ജർ ഏതെങ്കിലും വഴി ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ബുക്സിൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ആ ഒരു ലെഡ്ജർ എടുക്കുക. ഓക്കെ, പക്ഷെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി റിപ്പോർട്ട് കിട്ടില്ല. കുറച്ചുകൂടി നല്ലത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും. അതായത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഓക്കെ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എടുത്തു കഴിയുമ്പോൾ കണ്ടോ ഓരോ മാസത്തിന്റെ ഒരു റിപ്പോർട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഡിസ്പ്ലേയിൽ തന്നെ ലെഡ്ജർ മന്ത്ലി സമ്മറി എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൂടിയുണ്ട്. അത് കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കാണും. ഓരോ മാസത്തിലും ഈ ചെലവുകൾ എങ്ങനെയൊക്കെയാണ് പോയത്. അതായത് ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയത് സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞ ചെലവ് മെയ്യിൽ എത്രയാണ്, ജൂണിൽ എത്രയാണ്, ജൂലൈയിൽ എത്രയാണ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ഉണ്ടായ കാര്യം. ഇവിടെ താഴെ നമുക്കൊരു ഗ്രാഫും കാണാം. മെയ്, ജൂൺ, ജൂലൈ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. മെയിലാണ് ഏറ്റവും വലിയ ചെലവ്. ഓക്കെ, അത് എളുപ്പത്തിൽ കാണാനായിട്ടാണ് ഒരു ഗ്രാഫ് കൂടിയുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ഇനി ആ ബജറ്റിന്റെ കമ്പാരിസൺ എടുക്കാൻ പോകുന്നത്. അപ്പൊ ബജറ്റിന്റെ കമ്പാരിസൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ വന്നിട്ട് അപ്പൊ അതിലേക്കുള്ള കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് ഇതിന്റെ അകത്തുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോയിട്ട് എടുക്കാനുള്ള വഴി കംപ്ലീറ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നു കഴിഞ്ഞിട്ട് പുതിയ ഒരു കോളം, അതായത് ഇവിടെ ഇപ്പോ നിലവിൽ ഒരു ഡെബിറ്റ് കോളം മാത്രം കാണുന്നുള്ളൂ. ഇനി ഇതിന്റെ കൂടെ നമ്മൾക്ക് ബജറ്റിന്റെ ഒരു റിപ്പോർട്ട് കൂടി ആഡ് ചെയ്യണം. അതായത് പുതിയ കോളം വരച്ചിട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ന്യൂ കോളം എന്നുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഓൾട്ട് സി എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ കോളം എന്നുള്ള ഓപ്ഷൻ വരും. ഇനി എന്ന് മുതൽ എന്ന് വരെയുള്ള റിപ്പോർട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയ് മുതലുള്ള മതി. 1 മെയ് മുതൽ 31 ജൂലൈ വരെയുള്ള ഡേറ്റിലാണ് നമ്മുടെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എല്ലാം ഉള്ളത്. ഇനി എന്ത് വാല്യൂ ആണ് കാണേണ്ടത്? നമുക്ക് ബജറ്റിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ബജറ്റ് സെലക്ട് ചെയ്തു. ബജറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഷോ വേരിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കും. അതിപ്പോ നോ ആണ് കൊടുത്തിട്ടുള്ളത്. ആ സ്ക്രീൻഷോട്ടിലും ആദ്യം നോ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, ആദ്യം ഇതിൽ നോ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് യെസ് ആക്കിയിട്ട് വേരിയൻസ് റിപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോ തന്നെയാണ്. ഇനി ഏത് ലെഡ്ജറിന്റെയാണ് റിപ്പോർട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ആണ്. അതന്നെ സെലക്ട് ആയി കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നോക്കുമ്പോൾ ഒരു പുതിയ കോളം കൂടി ഇവിടെ ഇപ്പൊ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാഫിന്റെ നോക്കും, ഒരു റെഡ് ഗ്രാഫും ബ്ലൂ ഗ്രാഫും വന്നിട്ടുണ്ട്. ഇതിൽ ഈ റെഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളത്, ബ്ലൂ എന്ന് പറയുന്നത് ബജറ്റ്. ഓക്കെ, അപ്പോ മെയ്യിലെ ബജറ്റ് സിറ്റുവേഷൻ നോക്കാം.
11,000 രൂപയാണ് ആകെ ചെലവായത്. ബജറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 10,108 രൂപ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ 10,108 ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു 9,000 എന്നുള്ള എമൗണ്ട് ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഈ എമൗണ്ടുകൾ എങ്ങനെ സിസ്റ്റം കണ്ടുപിടിക്കും. അതാണ് ഈ കാൽക്കുലേഷൻ. അതായത് നമ്മൾ ടോട്ടൽ ബജറ്റ് നമ്മളിവിടെ പറഞ്ഞത് ഇതൊരു ഗ്രോസ് ബജറ്റ് ആണ് അല്ലെങ്കിൽ നെറ്റ് ബജറ്റ് ആണ്. അതായത് 30,000 രൂപ മെയ് ജൂൺ ജൂലൈ 3 മാസത്തേക്കാണ് ഈ ഒരു 30,000 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോ സിസ്റ്റം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ 30,000 രൂപേനെ ഓരോ മാസത്തിലേക്ക് ഡിവൈഡ് ചെയ്യും. അപ്പോ മെയ്യിലെ വിഹിതം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ അതാണ് 30,000 ഇൻറ്റു 31 ഡിവൈഡ് ബൈ 92 ചെയ്യും. ഈ 92 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ആകെയുള്ള ദിവസം മെയ്യിൽ 31, ജൂണിൽ 30, ജൂലൈയിൽ 31, അങ്ങനെയാണ് 92 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ മെയ്യിലെ വിഹിതം കണ്ടുപിടിക്കാൻ 30,000 ഇൻറ്റു മെയ്യിലെ ദിവസങ്ങൾ എത്രയാണ് നോക്കാം, 31. അപ്പോൾ അങ്ങനെയാണ് 30,000 ഇൻറ്റു 31 ഹോൾ ഡിവൈഡ് ബൈ 92 എന്ന് പറഞ്ഞ എമൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ മെയ്യിലെ വിഹിതം കിട്ടി, ജൂണിലെ വിഹിതം കിട്ടി. ജൂണിലാണെങ്കിൽ 30 ദിവസമുള്ളൂ. അപ്പോൾ 30,000 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 92. ജൂലൈയിലാണെങ്കിൽ 30,000 ഇൻറ്റു 31 ഡിവൈഡ് ബൈ 92. അപ്പോ ഇതാണ് നമുക്ക് ടാലിയിൽ കിട്ടുന്നത്. 10,000 സംതിങ് 108, 9,752, 10,208. ഓക്കെ, അപ്പോ നമ്മൾ കൊടുത്ത 30,000 സിസ്റ്റം തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മാസത്തിലേക്കും ഇത്ര രൂപയാണ് ചെലവാക്കേണ്ടത് എന്ന് സിസ്റ്റം തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോ മെയ്യില് 10,000 ചെലവാക്കേണ്ട സ്ഥാനത്ത് നമ്മൾക്ക് 11,000 ചെലവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്ലൂ കളറിലുള്ള ഗ്രാഫാണ് ബജറ്റ്, ഈ റെഡിലുള്ളതാണ് ശരിക്കുമുള്ള ആക്ച്വൽ എക്സ്പെൻസ്. ഇനി ജൂണിലാണെങ്കിൽ ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ ആക്ച്വലി സംഭവിച്ചത് കുറവാണ്, ബജറ്റ് കൂടുതലായിരുന്നു. അതായത് 9,782 രൂപ ചെലവാക്കാമായിരുന്നു, നമ്മൾക്ക് വന്നത് ആകെ 9,000 രൂപ മാത്രം വന്നുള്ളൂ. ഇനി ജൂലൈയിലേക്ക് വരുമ്പോൾ 10,000 രൂപ സ്പെൻഡ് ചെയ്യായിരുന്നു, നമുക്ക് ആകെ വന്നത് 8,000 മാത്രം ആകെ ചെലവ് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിൽ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ബജറ്റ് വേരിയൻസ് കൂടി കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ന്യൂ കോളം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. 1st ജൂലൈ, 31st ജൂലൈ ബജറ്റ്. ഇവിടെ ഷോ വേരിയൻസ് എന്നുള്ളത് യെസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയൻസ് റിപ്പോർട്ടും കൂടി കാണാൻ പറ്റും. അപ്പൊ താഴെ ഗ്രാഫില് ഒരു പുതിയ ഗ്രാഫും കൂടി വന്നിട്ടുണ്ട്, വേറൊരു കളറും കൂടി വന്നിട്ടുണ്ട്. വേരിയൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ടില് മിച്ചം അല്ലെങ്കിൽ കോട്ടം വന്നു, കുറവ് വന്നു. അതായത് ഇവിടെ ഫസ്റ്റ് മന്തില് ഒരു 8.817% നമ്മൾ അധികം ചെലവാക്കി. അതാണ് ബജറ്റിനേക്കാളും അധികം. ആ ഒരു മാസത്തിൽ നമുക്ക് മിച്ചങ്ങളൊന്നുമില്ലായിരുന്നു, നമുക്ക് കുറവാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ മൈനസ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് വന്നപ്പോൾ 752 രൂപ 61 പൈസ നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മന്തിലേക്ക് വന്നപ്പോൾ 2,108 രൂപ 70 പൈസ നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് വേരിയൻസ്, എത്ര ശതമാനം നമ്മൾ ബജറ്റിൽ നിന്ന് ലാഭിച്ചു എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കാര്യം. ഇങ്ങനെ നമ്മൾക്ക് ഓരോ എക്സ്പെൻസിന്റെയും ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് റിപ്പോർട്ട് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബജറ്റ് വേരിയൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട് എടുക്കുന്നത്, വേരിയൻസ് റിപ്പോർട്ട് എടുക്കുന്ന ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഓൾസി പ്രസ് ചെയ്തിട്ട് വേരിയൻസ് റിപ്പോർട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ വേരിയൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ 3 ഗ്രാഫായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി
നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ബജറ്റ് നെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള മോഡലാണ് ചെയ്തത്. ഇനി അത് മാറ്റിയിട്ട് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കാം. ക്ലോസിംഗ് ബാലൻസ് ആക്കാനായിട്ട് ഇവിടെ ഇപ്പോ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. അതായത് ഇപ്പോ ഇത് ക്രിയേഷൻ അല്ല ഓൾട്ടറേഷൻ ആണ്. അതായത് ഈ ടൈറ്റിൽ നോക്കാം, ഇവിടെ മുകളിൽ നോക്കുമ്പോൾ മാസ്റ്റർ ഓൾട്ടറേഷൻ എന്നാണ് ഇതിൽ കാണുന്നത്. അതായത് ഇപ്പോ വീണ്ടും ബജറ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓൾറെഡി ബജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബജറ്റിനെ മാറ്റം വരുത്താൻ പോകുന്നു. അതിന് ഗേറ്റ്വേ ഓഫ് ടാലിന്ന് ഓൾട്ടറിലേക്ക് വന്നു. ഓൾട്ടറിൽ ബജറ്റ് എടുത്തു. ബജറ്റിൽ സ്നാക്സ് ആൻഡ് റിഫ്രഷ്മെന്റ് ബജറ്റ്, ലെഡ്ജറിലാണ് നമ്മൾ ബജറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ലെഡ്ജർ എന്നുള്ളത് ഒന്നും കൂടി യെസ് ആക്കിയിട്ട് എന്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബജറ്റിന്റെ സ്ക്രീനിലേക്ക് പോകും. ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ബജറ്റ് ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ ആയിരുന്നു കിടന്നിരുന്നത്, അത് മാറ്റിയിട്ട് ക്ലോസിംഗ് ബാലൻസ് ആക്കാം. ഓക്കെ, അത്രയും കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും കഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലെ ഓൾട്ടർ ചെയ്തിട്ട് ചെയ്താൽ മതി. സേവ് ചെയ്യാം. ബജറ്റ് ക്രിയേഷൻ കഴിഞ്ഞ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇതിന്റെ സ്ക്രീൻഷോട്ടിലെല്ലാം ഉണ്ട്. വീണ്ടും റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെ എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് സെയിം തന്നെയാണ്, 11,9,8 സെയിം, ആക്ച്വൽ സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. ബജറ്റ് റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. ന്യൂ കോളം 1st May to 31st July ബജറ്റ്. ഓക്കെ, ഇതാണ് ക്ലോസിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞത്. ക്ലോസിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ സിസ്റ്റം 30,000 രൂപ എല്ലാ മാസത്തിലെയും ബജറ്റ് 30,000 ആണ് എന്നുള്ള അസംഷനിലാണ് സിസ്റ്റം നിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിലും 30,000 കിടക്കുന്നത്. ഇനി ഗ്രാഫ് നോക്കാം. എല്ലാ മാസത്തിലും ഈ ഒരു ബ്ലൂ കളർ ഗ്രാഫ് ഇങ്ങനെ വലുതായിട്ട് നിൽക്കുകയാണ്. കാരണം സിസ്റ്റം വിചാരിച്ചിട്ടുള്ളത് എല്ലാ മാസത്തിലും 30,000 രൂപയാണ് ബജറ്റ്. ഓക്കെ, പിന്നെ ആ 30,000 രൂപയിൽ വളരെ കുറവ് എമൗണ്ട് മാത്രമേ നമ്മൾ ചെലവാക്കിയിട്ടുള്ളൂ. ഓക്കെ, അതാണ് നെറ്റ് ട്രാൻസാക്ഷൻ ക്ലോസിംഗ് ബാലൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് വേരിയൻസ് റിപ്പോർട്ടും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ കോളം ആഡ് ചെയ്യാം. 1st May to 31st July വേരിയൻസ് റിപ്പോർട്ട് കൊടുക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് വന്നാലും നമുക്ക് മിച്ചം ആയിരിക്കും, ലാഭം തന്നെ ഉള്ളൂ. ഇവിടെ നോക്കാം, ബജറ്റിന്റെ 63% യൂസ് ചെയ്ത് 63% ലാഭം ഉണ്ടായി, അല്ലെങ്കിൽ മിച്ചം ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ സെക്കൻഡ് മന്തിലാണെങ്കിൽ 21,000 രൂപ അല്ലെങ്കിൽ 70% നമുക്ക് ലാഭിക്കാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ 30,000 രൂപയായിരുന്നു ബജറ്റ്, പക്ഷെ ആകെ സ്പെൻഡ് ആയത് 9,000 രൂപ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 21% അല്ല 70% ലാഭിച്ചത്. പിന്നെ നെക്സ്റ്റ് മന്ത് ആണെങ്കിലും 22,000 ആണ് നമുക്ക് മിച്ചമുണ്ടായത്. 8,000 രൂപയാണ് ബജറ്റിൽ വന്നത്. അപ്പൊ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ നിങ്ങളോട് എങ്ങാനും ആരെങ്കിലും ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് അത് മാസത്തിലെ ബജറ്റ് ആണ്, അല്ലെങ്കിൽ ആകെ തുക 3 മാസത്തേക്ക് 5 മാസത്തേക്കുള്ള ബജറ്റ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ നെറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. ഇതാണ് ആ ഒരു PPT ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ മന്ത്ലി ബജറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഇനി നെറ്റ് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നത് 3 മാസത്തേക്ക്, അതായത് ക്വാർട്ടർലി ബജറ്റ്, ഹാഫ് ഇയർലി ബജറ്റ്, ഇയർലി ബജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോ എല്ലാ മാസത്തേക്കുള്ള ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഉള്ള ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും കാര്യമുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ഇത് നിങ്ങളിപ്പോൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സീനിയർ മാനേജർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി എടുക്കാം, ചെറിയ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിലേക്ക് ഇരുന്നു ഞാൻ അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു. ഞാൻ ചെയ്തിട്ടില്ല.